കുറച്ച് നാളായില്ലേ നമ്മൾ ഒരു ക്ഷേത്ര ദർശനം പരിപാടിയൊക്കെ ഇട്ടിട്ട്. ഞങ്ങൾ പോകുന്നത് കാനാടിയിലാണ്, തൃശ്ശൂർ കാനാടി വിഷ്ണുമായ ക്ഷേത്രത്തിലാണ്. ബാക്കി ഓൺ ദ വേ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അവിടെ ചെന്നിട്ടുള്ള വീഡിയോ കൂടി ഉള്ളൊരു പരിപാടിയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. നോക്കാം. യെസ്, അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. സന്ധ്യാസമയത്ത് കൃത്യമായിട്ട് തന്നെ എത്തി. അത്യാവശ്യം റോഡിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു എടപ്പള്ളി ഭാഗത്തൊക്കെ. ഇത് അമ്പലത്തിൻ്റെ പാർക്കിങ്ങിലേക്ക് കയറുന്ന സ്ഥലമാണ്. വിശാലമായ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. ശേഷം അമ്പലത്തിലേക്ക് പാർക്ക് ചെയ്തതിന് ശേഷം ഒരല്പം നടന്നു പോകാനുണ്ട്. ഇതാണ് ആദ്യത്തെ സ്പോട്ട്. ഇത് ആവണങ്ങാട്ട് കളരി. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരികെ പോന്നു. അവിടെ ഫോട്ടോസ് എടുക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനകത്തുള്ള ഫോട്ടോസൊന്നും നമ്മൾ എടുക്കാതിരുന്നത്. അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ തിരിക്കുന്നത് ദേവസ്ഥാനത്താണ്. ഇത് മനോഹരമായിട്ടുള്ളൊരു അമ്പലം തന്നെയാണ്, വിഷ്ണുമായ സ്വാമിയുടെ. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ആദ്യം അതിൻ്റെ പുറത്തുള്ള ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് അല്പം നേരം നിന്നു. ഒരു സംഭവം ബിൽഡിങ് തന്നെയാണ്. ഇത് അമ്പലത്തിനകത്താണ്. അതിമനോഹരമായി ഒരുക്കിയിരിക്കുകയാണ് അമ്പലത്തിൻ്റെ അകം. വളരെ ഭംഗിയാണ് കാണാനുമൊക്കെ. ഇത് മറ്റൊരു അട്രാക്ഷനാണ്. ഈ ആന നമ്മൾ ദൂരത്തു നിന്ന് നോക്കുമ്പോൾ ഒറിജിനലാണെന്ന് തോന്നും, പക്ഷേ അതൊരു റോബോട്ടിക് പരിപാടിയാണ്. അതും മനോഹരമാണ്. ഞങ്ങൾ അതിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസും സെൽഫീസും കാര്യങ്ങളൊക്കെ എടുത്തു. അതൊക്കെ പുറകെ പോസ്റ്റ് ചെയ്യാം. ഇങ്ങനെ അമ്പലത്തിൻ്റെ മറ്റൊരു സൈഡിൽ ഓരോ കാര്യങ്ങളായിട്ട് കഥാസന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഐതിഹ്യ സന്ദർഭങ്ങൾ അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. വളരെ മനോഹരമാണ്. അതിൽ ഒത്തിരി ഉണ്ടത്. അത് അവിടെ നിന്ന് വായിക്കാനും മറ്റുമൊക്കെ നമ്മുടെ പുരാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. മൂന്നാമതായി ഞങ്ങൾ എത്തിയതാണ് വിഷ്ണുമായ സ്വാമി ക്ഷേത്രം, പെരുങ്ങോട്ടുകര. ഇത് ദൂരത്തുനിന്ന് നോക്കുമ്പോൾ അലങ്കാരം അല്ലെങ്കിൽ ലൈറ്റ് കൊണ്ട് അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുകയാണ്. ഓരോരോ നിർമ്മിതികളും മറ്റുമൊക്കെ ആയിട്ട് പുറത്തു നിന്ന് ഞങ്ങൾ ഒരുപാട് നേരം പുറത്തു നിന്ന് തന്നെ അത് ആസ്വദിച്ചു. അങ്ങനെ ദീപാരാധനയായി അകത്ത് കയറി തൊഴുത് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അല്പനേരം അവിടെ സ്പെൻഡ് ചെയ്തു. മഴയുള്ള ദിവസമായിരുന്നു, പക്ഷേ താരതമ്യേന ഞങ്ങൾ ചെന്ന സമയത്ത് മഴയില്ലാതിരുന്നത് കൊണ്ട് തന്നെയും എന്നാൽ ആ ഒരു ഹ്യൂമിഡിറ്റി നിലനിന്നിരുന്നത് കൊണ്ടും വളരെ മനോഹരമായിട്ട് ഞങ്ങൾ അല്പനേരം അവിടെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ക്ഷേത്ര ദർശനം പരിപാടി അവസാനിപ്പിച്ചു. ഞങ്ങൾ തിരികെ മടങ്ങി. താങ്ക് യു ഗൈസ്. അങ്ങനെ ആ പരിപാടി അവസാനിപ്പിച്ചു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.